ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അധികം കഴിക്കാത്തൊരു പ്രത്യേക വിഭവമായിട്ടാണ് കേട്ടോ. ഇത് തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങൾ തന്നെ: പുളിവെള്ളം, മുളക്, പരിപ്പ്, പിന്നെ പൊന്നിയരി വേവിച്ചത്. ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. അതിൻ്റെ കൂടെ മെയിനായിട്ട് സാധനം ഉലുവയുടെ കാര്യം മറക്കരുത്. നമ്മൾ ഇതുപോലെ ഒരു നല്ല പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഉലുവയും ഈ പറയുന്ന നമ്മുടെ പരിപ്പും എല്ലാം കൂടെ ഇട്ട്, മുളക് എല്ലാം കൂടെ ഇട്ട് നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് അധികം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് വാടി വരുന്ന പാകത്തിന് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കുക, നല്ലപോലെ ചെറിയ ചൂടിൽ, ചെറിയ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുകഞ്ഞു പോകും. ഇതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. ഇതുപോലെ പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ല തിളക്കാൻ വെക്കണം കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു 3/4% ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടാവില്ല. കാരണം ഇത് തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ഫുഡാണ്. തമിഴ്നാട്ടിലുള്ളവർക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ തിരുവനന്തപുരം സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. പുളിസാദം എന്നാണ് ഇതിൻ്റെ പേര്. മഞ്ഞപ്പൊടി ഇട്ടു, കായപ്പൊടി. ഈ കായം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഈ ഫുഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ മറക്കരുതേ. ഇത്ര സാധനം മതി നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പുളിസാദം തയ്യാറാക്കാനായിട്ട്. അതുപോലെ പുളിയുടെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൈപ്പിടിക്ക്, ഇപ്പോൾ കാണിച്ചില്ലേ ഞാൻ, അത്രയും അരിയിലേക്ക് ഇത്രയും പുളി മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഇത്ര നേരം ഉണ്ടായിരുന്ന ചൂട്ടിൽ മാത്രം ഇരുന്നാൽ മതി നമ്മുടെ ഫുഡ്. എന്നിട്ട് ചൂടാക്കാനേ പാടില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ വിടണം കേട്ടോ. അപ്പോഴേ ഇതിനകത്തേക്ക് ഇതിൻ്റെ സ്മെല്ലും ആ ഒരു പുളിയും എല്ലാം കൂടെ പിടിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും കഴിക്കാം. അതുപോലെ മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ അതും സൂപ്പറാണ്. 2 പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കിടിലനായിരിക്കും. ഇത്രയും ധാരാളം മതിയാവും. നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കാരണം ഈ വെള്ളരി ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല, നമുക്കറിയാം. ഒരു 2 ഗ്ലാസ് പൊന്നിയരിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പറായിരിക്കും. ഇത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.